ലോകത്തിലേക്ക് നോക്കുമ്പോൾ മനുഷ്യ മനസാക്ഷിയെ വളരെ വേദനിപ്പിക്കുന്ന, നൊമ്പരിപ്പിക്കുന്ന അനേക പൈശാചികവും മൃഗീയവുമായ സംഭവങ്ങളുടെ പരമ്പരകൾ നമുക്ക് കാണുവാൻ കഴിയും. കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് കാലൂന്നി നിൽക്കുന്ന ഈ മനുഷ്യൻ എല്ലാ നിലകളിലും അത്യുച്ഛമായ കോടികളിലേക്ക് എത്തി നിൽക്കുമ്പോൾ തന്നെ സന്തോഷമോ സമാധാനമോ പ്രാപിക്കുവാൻ കഴിയാതെ നിരാശയുടെ നീർക്കുഴിയിൽ മനുഷ്യൻ വീണുകൊണ്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. ശാസ്ത്രീയ സാങ്കേതിക രംഗത്തുള്ള മനുഷ്യന്റെ കുതിപ്പ് നല്ല ഭാവിയുടെ പ്രത്യക്ഷകരണമായി കാണാമെങ്കിലും അതിനും സാരമായ മങ്ങൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ത്വരിത മേഖലയിലുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രീയപരമായി വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വശത്ത് നിലവിളിയും കൊലപാതകവും പീഡനങ്ങളും ഒക്കെ നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ കൂടുതൽ പറയുന്നത്? നാം വസിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ പോലും ഒരു കാലത്ത് വിദേശികളടക്കം വാനോളം പാടി പുകഴ്ത്തിക്കൊണ്ടിരുന്നു ദൈവത്തിന്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ പോലും ആത്മഹത്യയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാ നിലകളിലും മനുഷ്യനെ സ്നേഹിക്കുവാനോ മാനിക്കുവാനോ കഴിയാതെ സ്വന്തമായ സ്വാർത്ഥതകൾക്ക് വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സാക്ഷരത കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്ന ഈ കേരളത്തിൽ പോലും ഇങ്ങനെ ആത്മഹത്യകൾ വർദ്ധിക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്നറിയാമോ? മനുഷ്യന്റെ പാപമാണ്. പാപം ഭീകരമായൊരു സത്വമാണ്. അത് മനുഷ്യരെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. പാപത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ, പാപത്തിൽ വീണുപോയ മനുഷ്യൻ അതിനകത്തുനിന്ന് കരകയറുവാൻ കഴിയാതെ മനുഷ്യൻ ഇങ്ങനെ മുൻപോട്ട് ചുവട് വയ്ക്കുമ്പോൾ ഞങ്ങളെ ശ്രമിക്കുന്ന ദേശനിവാസികളെ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാൻ ഒരു സന്ദേശമുണ്ട്. അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയുമെന്നുള്ളൊരു സത്യം ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഇവിടെ വിളിച്ചറിയിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ചില ആളുകൾ വേറെ പരിപാടിയൊന്നും ഇല്ലാഞ്ഞിട്ടിങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നല്ല പ്രിയമുള്ളവരെ, ഞങ്ങൾ ഒരു കാലത്ത് നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്തവരായി ഈ ലോകത്തിന്റെ അവസ്ഥയിലൂടെയൊക്കെ ജീവിതം നയിച്ചെങ്കിൽ ഞങ്ങൾ അറിഞ്ഞ യേശു ക്രിസ്തുവിന്റെ നിസ്സീമമായ സ്നേഹവും അതിന്റെ ആഴവും നിങ്ങളുമായി പങ്കിടുവാനാണ് ഈ സന്ദേശം ഞങ്ങൾ ഈ ദേശത്തോട് കൈമാറുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പറയും, ഞങ്ങൾക്ക് പാർക്കാൻ നല്ല വീടുണ്ട്, സഞ്ചരിക്കുവാൻ നല്ല വാഹനമുണ്ട്, ആവശ്യത്തിലധികമായി ബാങ്ക് ബാലൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വിളിച്ചു ചോദിക്കുവാൻ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സമാധാനമുണ്ടോ? ഇന്ന് ലോകത്തിലേക്ക് നോക്കിക്കേ, മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി പല വഴികളിലൂടെ യാത്ര തിരിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെ പോയാൽ എനിക്ക് സമാധാനം കിട്ടും, ഏത് സ്ഥലത്ത് പോയാൽ എനിക്ക് സമാധാനം ഉണ്ടാകും, ഏത് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചാൽ എനിക്ക് സമാധാനം ഉണ്ടാകും. അങ്ങനെ സമാധാനത്തിന് വേണ്ടി വളരെയധികം പണങ്ങൾ ചിലവഴിച്ചുകൊണ്ട് മനുഷ്യൻ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മനുഷ്യനെ നോക്കിക്കേ, പുറമേ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. പക്ഷേ ആരോടും തുറന്നു പറയുവാൻ പറ്റാത്ത വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് മനുഷ്യൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഇവിടെയാണ് സുവിശേഷത്തിന്റെ മഹത്വം നിലകൊള്ളുന്നത്. ഇവിടെയാണ് യേശുക്രിസ്തു എന്ന സദ്വർത്തമാനം നിങ്ങളോട് ഘോഷിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഇത് നമുക്കറിയാം, നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങൾ പോലും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലത്തിലേക്കാണ് ഞാൻ നിങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. കഴിഞ്ഞിടയ്ക്ക് പത്രമാധ്യമങ്ങളിലൂടെ വന്നൊരു വാർത്തയുണ്ട്. ഒരു യുവ ഡോക്ടർ പിടിയിലായിരിക്കുന്നു. ഒരു മാതാവിനും പിതാവിനും ഏകനായ മകനാണ്. പക്ഷേ അതെ, MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് കൈവശം വെച്ചതിനാണ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുവാനിടയായിത്തീരുന്നത്. കഴിഞ്ഞ ചില നാളുകൾക്കപ്പുറത്ത് മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രത്താളുകളിൽ നിന്ന് വായിച്ച ഒരു വാർത്തയുണ്ട്. ബാംഗ്ലൂര് നഴ്സിംഗ് പഠിക്കാൻ പോയ ഒരു പെൺകുട്ടി, അവളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്താ കാരണമെന്നറിയാമോ? അതെ, ഈ MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് കൈവശം വെച്ചതിനാണ് പോലീസ് അറസ്റ്റ് ചെയ്യുവാനിടയായിത്തീരുന്നത്. ഇന്ന് എന്നെ ശ്രമിക്കുന്ന ദേശനിവാസികളെ, മാതാപിതാക്കളെ, സഹോദരന്മാരെ ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഹയർ സ്റ്റഡിക്ക് വേണ്ടി ബാംഗ്ലൂർ അടക്കമുള്ള കേരളം വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുന്നവരുണ്ട്. പക്ഷേ എത്ര കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കൽ യേശു തന്റെ പീലാത്തോസിന്റെ അരമന മുതൽ കാൽവരിയുടെ കുലത്തളം വരെ
രണ്ട് കാട്ടുമരങ്ങൾ തമ്മിൽ കൂട്ടിയടിക്കപ്പെട്ട പച്ചമര കുരിശ് ചുമന്നുകൊണ്ട് ഗോൽഗോത്തയിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു കൂട്ടം സ്ത്രീകൾ യേശുക്രിസ്തുവിന്റെ രോദനമായിരിക്കുന്ന ആ കാഴ്ച കണ്ടിട്ട് വാവിട്ട് കരയുമ്പോൾ യേശു അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെ ചൊല്ലി കരയുവീൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ തലമുറകളെ ചൊല്ലി കരയേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും വന്നെത്തിയിരിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി നമ്മുടെ യൗവനക്കാരായ ചെറുപ്പക്കാർ വഴുതി വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലേക്ക് വന്നെത്തി നിൽക്കുകയാണ്. പെൺകുട്ടികളടക്കം വലിയ മാഫിയ സംഘങ്ങളുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരി അവർക്ക് ഒരു പുതിയ ലോകത്തിലേക്ക് അവരെ ആനയിക്കുന്നത് പോലെയാണ്. പക്ഷേ അതിന്റെ അവസാനം നമ്മൾ കാണുന്നു, ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ ഏതെങ്കിലും മരത്തിൽ തൂങ്ങിയോ ഏതെങ്കിലും ഫാനിൽ തൂങ്ങിയോ വിഷം കഴിച്ചോ ജീവിതം ഒടുക്കിക്കൊണ്ടിരിക്കുന്ന യുവതലമുറകളെയാണ് ഞാനും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം വളരെ ആധികാരികമായി പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്തു പ്രയോജനം? മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും അവന്റെ മികവ് കൊണ്ടും ഒക്കെ അനേക സാമ്രാജ്യങ്ങളെ പിടിച്ചടക്കിയേക്കാം. പക്ഷേ മനുഷ്യൻ എന്തെല്ലാം നേടിയാലും ഈ ലോകത്ത് ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. കാരണം നമുക്കറിയാം, മനുഷ്യന്റെ മൂക്കിൽ നിന്ന് അവൻ പുറത്തേക്ക് വിടുന്ന ശ്വാസം അകത്തേക്ക് വലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന വെറും ഭൗതികമായ ശരീരം മാത്രമാണ്. നമുക്കറിയാം, അലക്സാണ്ടർ മാക്സിലോണി എന്ന് പറയുന്ന ഒരു ധീരനായ ചക്രവർത്തി ഉണ്ടായിരുന്നു. ആർത്തിരമ്പുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തെ നോക്കി നീ ഒരു സാമ്രാജ്യമായിരുന്നെങ്കിൽ നിന്നെ ഞാൻ വെട്ടിപ്പിടിക്കുമെന്ന് ആക്രോശസ്വരത്തോടെ വിളിച്ചു പറഞ്ഞ അലക്സാണ്ടർ മാക്സിലോണി തന്റെ കഴിവ് കൊണ്ട്, തന്റെ മികവ് കൊണ്ട്, സൈന്യത്തിന്റെ ബാഹുല്യങ്ങൾ കൊണ്ട്, സാമ്രാജ്യ ശക്തി കൊണ്ട് അനേക സാമ്രാജ്യങ്ങളെ പിടിച്ചടക്കി അലക്സാണ്ടർ മരിക്കുന്നതിന് തൊട്ടു മുമ്പേ തന്റെ പരിചാരകരെ അടുത്ത് വിളിച്ച് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മരിക്കുവാൻ പോകുന്നു. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഈ ലോകത്തോട് വിട പറയും. എന്നാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പണിയപ്പെടുന്ന ശവപ്പെട്ടിക്ക് 2 സൈഡിലും 2 ദ്വാരമിടണം. അതിലൂടെ എന്റെ കൈകൾ പുറത്തേക്ക് കിടക്കട്ടെ. കാരണം ലോകം വന്ന് നോക്കുമ്പോൾ പറയണം, അലക്സാണ്ടർ ഒന്നുമില്ലാത്തവനായി ലോകത്ത് വന്നു. തന്റെ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും സൈന്യത്തിന്റെ ശക്തി കൊണ്ടും അനേക സാമ്രാജ്യങ്ങളെ പിടിച്ചടക്കി. പക്ഷേ അലക്സാണ്ടർ ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ ഒന്നുമില്ലാത്തവനായിട്ടാണ് കടന്നു പോകുന്നത്. എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഞങ്ങൾക്കും വിളിച്ചു പറയുവാൻ ഈ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്തെല്ലാം ഈ ലോകത്ത് നേടിയാലും ഈ ലോകം വിട്ട് നീ കടന്നു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിനക്കുണ്ടായിരിക്കണം. കാരണം ബൈബിൾ പറയുന്നു, മനുഷ്യൻ സർവ്വ ലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? പ്രിയമുള്ളവരെ, മനുഷ്യന് വലിയൊരു വില സർവശക്തനായ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് മനുഷ്യനെ നോക്കിക്കേ, മനുഷ്യന് വില കൽപ്പിക്കുവാനുള്ള കാരണം എന്താണെന്നറിയാമോ? മനുഷ്യനിൽ ദൈവത്തിന്റെ ആത്മാവ് അടക്കം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. മൃഗത്തെ നോക്കിയേ, ദൈവം സൃഷ്ടിച്ച ജീവികളിൽ ഒന്നാണ് മൃഗങ്ങളും. എന്നാൽ പക്ഷേ മൃഗത്തിൽ ദൈവത്തിന്റെ ആത്മാവില്ല. എന്നാൽ മനുഷ്യന് ദൈവത്തിന്റെ ആത്മാവുണ്ട്. മനുഷ്യൻ മരിക്കുമ്പോൾ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് ചേരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മനുഷ്യനെ നോക്കിക്കേ, മനുഷ്യൻ പലപ്പോഴും മൃഗീയമായ സ്വഭാവങ്ങളിലേക്ക് ചുവടുവെക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. അതുകൊണ്ടല്ല ഇന്നത്തെ പത്രത്താളുകൾ, മറ്റു മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ അടക്കമുള്ള അതേ കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, വളരെ ഹീനകരമായ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? മനുഷ്യൻ വിവേകഹീനനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ മൃഗമൊരിക്കലും മാനുഷികമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കാറില്ലെങ്കിലും മനുഷ്യൻ പലപ്പോഴും മൃഗീയമായ സ്വഭാവങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്നത്തെ പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും കൊലപാതകവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതും അതാണ്. പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടല്ല, സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ ഭാരതത്തിന്റെ മണ്ണിലും മതത്തിന്റെയും വർഗത്തിന്റെയും ജാതിയുടെ പേരിലുള്ള കൂട്ടക്കൊലകളൊക്കെ നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ പരമ്പരകളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ മനുഷ്യന്റെ പിന്നിൽ ഭരിക്കുന്ന ഏക ആ ശക്തി എന്ന് പറയുന്നത് പാപമാണ്. അത് മനുഷ്യനെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നു.
രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യനെ അവിടുന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് വീണ്ടെടുപ്പുകാരനായ കർത്താവ് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഉദയം ചെയ്യുവാനിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, യേശു ഇന്നേക്ക് 2026 വർഷങ്ങൾക്കപ്പുറത്ത് ഈ താണഭൂമിയിലേക്ക് വന്നത് മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ഇവിടെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ക്രിസ്ത്യാനിയുടെ ഒരു ക്രിസ്തുവിനെ പറ്റിയല്ല. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ ഇല്ല, കുചേലനെന്നോ കുബേരനെന്നോ ഇല്ല, കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ല. ജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കൂടാതെ, ലിംഗ വ്യത്യാസങ്ങൾ കൂടാതെ മാനവകുലത്തിന്റെ പാപത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഈ പാപം നിറഞ്ഞ ഭൂമിയിൽ പാപമില്ലാത്തവനായി കടന്നു വന്ന് നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും കാൽവരിയിൽ കൊടുത്ത യേശു ക്രിസ്തുവിനെ നീ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ടൊരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്നേഹിത, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പകലിൽ ഈ ഉച്ച സമയത്തും ഉച്ചഭാഷയിലൂടെ ഇങ്ങനെയൊരു സന്ദേശം ഞങ്ങൾ ഇവിടെ കൈമാറുന്നത്. ഞങ്ങൾ വിളിച്ചു പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷയ്ക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊന്നര വഴിയില്ല, 1.25 വഴിയില്ല, ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഉലക മഹാന്മാർ, അനേക ശക്തന്മാരായ ആളുകൾ ഈ ഉലകത്തിൽ ഉദയം ചെയ്തെങ്കിലും ആരും മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുവാൻ ആർക്കും കഴിഞ്ഞില്ല. യേശുവിനെ നോക്കിക്കേ, യേശു ഒരു മതസ്ഥാപകനല്ല, യേശു ഒരു രാഷ്ട്രീയ നേതാവല്ല, യേശു ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം ഭൂമിയിലേക്ക് വന്നതല്ല. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, യേശു ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി ലോകത്തിന്റെ വെളിച്ചമായി ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഏക വെളിച്ചം എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ഇനി സമയമോ കാലമോ ഇല്ല. തെരുവുകളിലും തെരുക്കോടുകളിലും ഉച്ചഭാഷണിലൂടെ ഇങ്ങനെയുള്ള ഒരു ശബ്ദം കേൾക്കുവാനില്ലാത്ത ഇരുണ്ട കാലഘട്ടം മനുഷ്യനെ കടന്നു പിടിക്കുന്നതിന് മുമ്പേ ഈ ദേശത്തോട്, ദേശനിവാസികളോട്, ചുറ്റുപാടുമുള്ള ഭവനങ്ങളോട് ഞങ്ങൾക്ക് ഈ സുവിശേഷം വിളിച്ചു പറയുവാനുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, രക്ഷയ്ക്ക് മുഖാന്തരമായിരിക്കുന്നത് ഒരു സാഹചര്യങ്ങളുമല്ല. രക്ഷയ്ക്ക് മുഖാന്തരമായിരിക്കുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. നിങ്ങളുടെ പാപത്തിന്റെ പ്രായശ്ചിത്തം നൽകുവാൻ, നിങ്ങളുടെ ശാപത്തിൽ നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളുടെ രോഗത്തിൽ നിങ്ങളെ വിടുവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മതിയായവനാണ്. ഒരുപക്ഷെ വളരെയധികം പണങ്ങൾ ചിലവഴിച്ചിട്ട് തീർത്ഥാടനങ്ങളും പദയാത്രകളും കർമ്മമാർഗങ്ങളും നേർച്ചകളും കാഴ്ചകളും ഒക്കെ നടത്തുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഇതൊന്നും നിങ്ങളെ സമാധാനത്തിലേക്കോ സന്തോഷത്തിലേക്കോ നിത്യമായ രക്ഷയിലേക്കോ ആനയിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ യേശു എന്ന ലോകത്തിന്റെ വെളിച്ചമായ കർത്താവിനെ ഹൃദയത്തിന്റെ അകത്ത് സ്വീകരിച്ചുകൊണ്ട് അവനായ ഒരു ജീവിതം സമർപ്പിക്കപ്പെടുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷയ്ക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മുൻപോട്ട് ഒരു അനുഗ്രഹീതമായ ജീവിതം നയിക്കുവാൻ ഇന്ന് പകൽക്കാലം ഈ സന്ദേശത്തിലൂടെ സർവകൃപാലുവായ ദൈവം നിങ്ങളെ അതിനായി ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. സർവകൃപാലുവായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദേശം വീടുകളിൽ, അതിന്റെ അകത്തളങ്ങളിലൊക്കെ ഇരുന്ന് ഞങ്ങളെ കേട്ട് പ്രിയപ്പെട്ടവരുണ്ട്. ഒരു വാക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി സ്തോത്രം. ഈ ദേശത്ത് കടന്നു വന്നൊരു ലഘു സന്ദേശം ഈ ദേശത്തോട് കൈമാറുവാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കിയല്ലോ. ഈ ശബ്ദപരിധിയിൽ അടുത്തും അകലെയും ഒക്കെ ഞങ്ങൾ ഇരുന്ന് കേട്ട പ്രിയപ്പെട്ടവരുണ്ട്. ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ, ആരെങ്കിലും ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, തലമുറകളില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ, യേശുവിന് വേണ്ടി ജീവിപ്പാൻ ഹൃദയത്തിൽ വലിയ ആഗ്രഹത്തോടുകൂടെ സമർപ്പണത്തോടുകൂടെ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവരുടെ വിഷയങ്ങളെ അറിഞ്ഞ് കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. കർത്താവെ, ഈ സ്ഥലം വിട്ട് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് വാങ്ങിപ്പോകുമ്പോൾ ഇവിടെ ഇന്ന് പകൽക്കാലം സംസാരിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം തന്റെ വ്യക്തികളെ ക്രിയ ചെയ്ത് നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ, സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ദൈവം തന്നെ മക്കളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.